നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. CRPF ജവാന്മാർ വീരമൃത്യു വരിച്ച പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹംസ ബുർഹാൻ അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. വെടിയേറ്റത് പാക് അധീന കാശ്മീരിലെ മുസാഫറാബാദിൽ വെച്ച്. ജമ്മു കാശ്മീരിലെ യുവാക്കളെ ഭീകരവാദത്തിന് റിക്രൂട്ട് ചെയ്ത കേസിലും പ്രതി. സമ്പുഷ്ട യുറേനിയം വിദേശത്തേക്ക് മാറ്റണമെന്ന US നിലപാടിനെ തള്ളി ഇറാൻ. യുറേനിയം മാറ്റാതെ സമാധാന ചർച്ചകളോ വെടിനിർത്തലോ അംഗീകരിക്കില്ല എന്ന് ഇസ്രായേൽ. യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകളിൽ പ്രതിസന്ധി. ചർച്ചകൾക്കായി പാക് ആഭ്യന്തരമന്ത്രി ഇറാനിൽ തുടരുന്നു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പാർലമെന്ററി സമിതിക്ക് മുമ്പിൽ വീഴ്ച സംബന്ധിച്ച NTA പരീക്ഷയുടെ വിശ്വാസ്യതയെ ബാധിച്ചെന്നും NTA അതൃപ്തി അറിയിച്ച് പാർലമെന്ററി സമിതി. കൂടുതൽ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ നിർദ്ദേശം. കേന്ദ്ര മന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം ഡൽഹിയിൽ ചേർന്നു. വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും നിയമസഭയിലെ സത്യപ്രതിജ്ഞയിലും പേരിന്റെ പൂർണ്ണരൂപം ആവർത്തിച്ച VD സതീശൻ. പിണറായി വിജയന് ഹസ്തദാനം നൽകി TK ഗോവിന്ദനും E കുഞ്ഞികൃഷ്ണനും. G സുധാകരന് ചിരിച്ച് കൈകൊടുത്ത് പിണറായി വിജയൻ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ സ്ഥാനത്തേക്ക് ത്രികോണ മത്സരം. NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ചാത്തന്നൂർ MLA BB ഗോപകുമാർ. CPM കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ മുതൽ ഡൽഹിയിൽ. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ചാ വിഷയം. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കുന്ന കാര്യത്തിൽ പുനരാലോചനയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായിക്ക് പിന്തുണയുമായി EP ജയരാജൻ. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ പാർട്ടിക്കാരുടെ തലയിൽ വയ്ക്കേണ്ടതില്ല എന്നും പിണറായി വിജയന്റെ ജനപിന്തുണ കുറഞ്ഞിട്ടില്ലെന്നും EP ജയരാജൻ. ജമ്മു കാശ്മീർ നേരിട്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു 2019 പുൽവാമ ഭീകരാക്രമണം. 40 ജവാന്മാർക്കാണ് ജീവൻ നഷ്ടമായത്. പുൽവാമ ഭീകരാക്രമണ സൂത്രധാരൻ ഹംസ ബുർഹാനെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു. പാക് അധീന കാശ്മീരിലെ മുസാഫറാബാദിൽ വെച്ചാണ് വെടിയേറ്റത്. ഡോക്ടർ എന്നറിയപ്പെടുന്ന ഹംസ ബുർഹാൻ പുൽവാമ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ്. ഒന്നിലധികം വെടിയുണ്ടകൾ ഏറ്റ ഹംസ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 2019 പുൽവാമയിൽ CRPF വാഹനവ്യൂഹത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന ജമ്മു കശ്മീരിലെ മുസാഫറാബാദിൽ വെച്ച് അജ്ഞാത സംഘമാണ് ഇയാളെ വെടിവെച്ച് വീഴ്ത്തിയത്. നിരവധി തവണ വെടിയേറ്റ ഹംസ ബുർഹാൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചെന്നും കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല എന്നും പാകിസ്ഥാന്റെ സുരക്ഷാ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഹംസ ബുർഹാനെ 2022 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭീകരവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. ജമ്മു കശ്മീരിൽ യുവാക്കളെ ഭീകരവാദത്തിന് റിക്രൂട്ട് ചെയ്ത കേസുകളിലും ഇയാൾ പ്രതിയാണ്. പുൽവാമ സ്വദേശിയായ ഹംസ ബുർഹാൻ 7 വർഷം മുൻപാണ് അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ എത്തിയത്. പാകിസ്ഥാനിൽ വിവിധ ഭീകര സംഘടനകളുടെ കമാൻഡർമാർ ഉൾപ്പെടെയുള്ളവർ സമാനമായി അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സമ്പുഷ്ട യുറേനിയം വിദേശത്തേക്ക് മാറ്റണമെന്ന US നിലപാടിനെ തള്ളി ഇറാൻ. യുറേനിയം മാറ്റാതെ സമാധാന ചർച്ചകളോ വെടിനിർത്തലോ അംഗീകരിക്കില്ല എന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. സുരക്ഷയ്ക്കും പ്രതിരോധത്തിനുമായി യുറേനിയം രാജ്യത്തിനുള്ളിൽ തന്നെ നിലനിർത്തണമെന്നാണ് ഇറാന്റെ വാദം. ഇതോടെ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകളിൽ പ്രതിസന്ധി നേരിടുകയാണ്. US ഇസ്രായേൽ സംഘർഷത്തിന് പിന്നാലെ തുടരുന്ന സമാധാന ചർച്ചകളിൽ USന്റെ പ്രധാന ആവശ്യത്തിന്മേൽ ഇറാൻ നിലപാട് കടുപ്പിക്കുകയാണ്. ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്ത് നിന്ന് മാറ്റില്ല എന്നാണ് പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമനേയി നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആണവശേഖരം വിദേശത്തേക്ക് മാറ്റണമെന്ന US നിലപാടിനെയാണ് ഇറാൻ എതിർക്കുന്നത്. അതേസമയം ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഇറാനിൽ നിന്ന് മാറ്റാതെ സമാധാന ചർച്ചകളോ വെടിനിർത്തലോ അംഗീകരിക്കില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. യുറേനിയം ഇറാനിൽ നിന്ന് മാറ്റുമെന്ന് US ഉറപ്പു നൽകിയതായും ഇസ്രായേൽ അവകാശപ്പെടുന്നു. അതേസമയം യുറേനിയം ശേഖരം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റിയാൽ ഭാവിയിൽ US നിന്നും ഇസ്രായേലിൽ നിന്നും ഉണ്ടായേക്കാവുന്ന ആക്രമണങ്ങൾക്ക് മുന്നിൽ ഇറാന്റെ പ്രതിരോധം ദുർബലമാകുമെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. സുരക്ഷയ്ക്കും പ്രതിരോധത്തിനുമായി ഈ ശേഖരം രാജ്യത്തിനുള്ളിൽ തന്നെ നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ടെഹ്റാൻ വിലയിരുത്തുന്നു. US ഇസ്രായേൽ സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഒരു ഭാഗം വിദേശത്തേക്ക് മാറ്റാൻ ഇറാൻ ആദ്യം സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ വാഷിംഗ്ടണിൽ നിന്നുള്ള ആവർത്തിച്ചുള്ള സൈനിക ഭീഷണികൾക്ക് ശേഷം ഈ നിലപാടിൽ ഇറാൻ മാറ്റം വരുത്തുകയായിരുന്നു.
യുറേനിയം വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതിന് പകരം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ അതിൻ്റെ സാന്ദ്രത കുറയ്ക്കുക എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ചർച്ചകളിൽ ഉയർന്നു വരുന്നത്. ഇതിനിടെ ഇറാൻ സമാധാന ചർച്ചകൾ വേഗത്തിലാക്കാൻ പാകിസ്ഥാൻ നയതന്ത്രം ശക്തമാക്കി. ആണവ വിഷയത്തിൽ ടെഹ്റാൻ നിലപാട് ഭയപ്പെടുത്തിയില്ല എങ്കിൽ പുതിയ ആക്രമണങ്ങൾ നടത്തുമെന്നാണ് യുഎസിന്റെ ഭീഷണി. അതേസമയം യുദ്ധം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും വ്യത്യസ്ത അഭിപ്രായമാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനിടെ ദുർബലമായ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് 6 ആഴ്ചകൾ പിന്നിട്ടിട്ടും യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വീഴ്ച ഉണ്ടായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ത്യയോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പാർലമെന്ററി സമിതി ആവശ്യപ്പെട്ടു. ഇന്ത്യയെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് പാർലമെന്ററി സമിതിക്ക് മുമ്പിൽ ഹാജരായി. നീറ്റ് UG പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നതിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പാർലമെന്ററി സമിതിക്ക് മുന്നിൽ വ്യക്തമാക്കി. NTA-ക്കുള്ളിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നതെന്ന് നേരത്തെ CBIയും കണ്ടെത്തിയിരുന്നു. വിഷയത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ പാർലമെന്റിന്റെ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. NTA ഡയറക്ടർ, ചെയർപേഴ്സൺ, വിദ്യാഭ്യാസ മന്ത്രാലയം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ പാർലമെന്ററി സമിതി വിളിച്ചു വരുത്തിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച വിശദമായി പരിശോധിക്കുമെന്ന് MP ദിഗ്വിജയ് സിംഗ് അധ്യക്ഷനായ സമിതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേസിൽ ലാത്തൂരിലെ ഡോക്ടർ ഉൾപ്പെടെ ഇതുവരെ 10ലധികം പേരെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ, കോച്ചിംഗ് സെന്റർ ഉടമകളും ഇടനിലക്കാരും ഉൾപ്പെടുന്ന വൻ മാഫിയയാണ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ജൂൺ 21 നടക്കുന്ന പുനഃപരീക്ഷയ്ക്കുള്ള ക്രമീകരണങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയം തുടർച്ചയായി വിലയിരുത്തുന്നുണ്ട്. കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായി വിദ്യാഭ്യാസ മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. എറണാകുളം മലയിടം തുരുത്തിലെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിൽ കർശന നിർദ്ദേശം നൽകി കോടതി. ശനിയാഴ്ച കുടിയൊഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ നിർദ്ദേശം. ഉത്തരവ് നടപ്പാക്കി 23-ന് റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികളിൽ ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടി. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾ മറ്റന്നാൾ പൂർത്തിയാക്കാനാണ് കോടതി നിർദ്ദേശം. ശനിയാഴ്ച നടപടി പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലും നടപടി തുടരണം. ആലുവ റൂറൽ SP, KSEB അധികാരികൾ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുകൾ എന്നിവരെയും മറ്റ് ബന്ധപ്പെട്ട അധികാരികളെയും നടപടികൾ സമാധാനപരമായി പൂർത്തിയാക്കുന്നതിനായി ഫലപ്രദമായ സഹായം നൽകാൻ നിർദ്ദേശിക്കുന്നുവെന്നും കോടതി നിർദ്ദേശത്തിൽ പറയുന്നു. അതേസമയം കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് നൽകിയ കത്തിലാണ് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 3 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയത്. പോലീസിന്റെ നടപടികളിൽ എന്തെങ്കിലും പോരായ്മകളോ വീഴ്ചകളോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഭാവിയിൽ ഉണ്ടാകുന്ന പക്ഷം അത് പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. അതേസമയം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ പ്രത്യേക സമരവുമായി CPM സ്ഥലത്ത് ഇന്നലെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ആദിവാസി ക്ഷേമ സമിതി ഉൾപ്പെടെയുള്ള സംഘങ്ങളുടെ നേതൃത്വത്തിൽ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഇത്തരം ഒരു പോലീസ് നടപടി ആരും പ്രതീക്ഷിച്ചില്ല എന്ന് രാജീവ് പറഞ്ഞു. പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പ്രദേശവാസികളും പ്രതികരിച്ചു. 16ാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. പ്രോട്ടേം സ്പീക്കർ G. സുധാകരന് മുമ്പാകെയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇടതംഗങ്ങളും RSPയും CMPയും RMPയും PT ബൽറാമും സഗൗരവും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മറ്റുള്ളവർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നു. സന്ദീപ് വാര്യർ ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം G. സുധാകരൻ പിണറായി വിജയന് ഹസ്തദാനം ചെയ്തതും ശ്രദ്ധേയമായി. 16ാം കേരള നിയമസഭയ്ക്ക് തുടക്കമാകുമ്പോൾ ആവേശത്തോടെയാണ് പുതിയ സർക്കാരിൽ സാമാജികർ സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രോട്ടേം സ്പീക്കറായി G. സുധാകരൻ സഭയെ നിയന്ത്രിച്ചതു മുതൽ ഒട്ടേറെ രാഷ്ട്രീയ കൗതുകങ്ങൾക്കും ആദ്യ ദിനം സാക്ഷ്യം വഹിച്ചു. മുഖ്യമന്ത്രി V. D. സതീശൻ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിലൂടെ പേരിനെ ചൊല്ലിയുള്ള വിവാദത്തിലെ തന്റെ നിലപാട് സഭയിലും ആവർത്തിച്ചു. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ
പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെയായിരുന്നു ആദ്യ ദിനത്തിൽ കേന്ദ്ര ബിന്ദു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അംഗങ്ങളെല്ലാവരും സ്പീക്കർക്കരികിലെത്തി അഭിവാദ്യം ചെയ്യുമ്പോൾ പിണറായി വിജയൻ ജി സുധാകരന് സമീപം എത്തുമോ എന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു. എന്നാൽ മറ്റുള്ളവരെ പോലെ പിണറായിയും പ്രോട്ടേം സ്പീക്കർക്കരികിലെത്തുകയും ജി സുധാകരനാകട്ടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റുപോയി ഹസ്തദാനം നൽകുകയും ചെയ്തു. പിണറായി വിജയൻ ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വമായിരുന്നു ജി സുധാകരന് കൈകൊടുത്ത് മടങ്ങിയത്. അതിനിടെ പരസ്യമായി കലാപമുണ്ടാക്കി CPM-ൽ നിന്ന് പുറത്തുപോയ കണ്ണൂരിലെ കരുത്തന്മാരായ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും പിണറായിയെ അഭിവാദ്യം ചെയ്ത ശേഷമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇടതംഗങ്ങളും RSP അംഗങ്ങളും CPM-ൽ നിന്ന് CP ജോണും RMP-യിൽ നിന്ന് KK രമയും സഗൗരവവും സത്യപ്രതിജ്ഞ ചെയ്തു. അതേസമയം കോൺഗ്രസിലെ യുവനേതാവും തൃത്താല അംഗവുമായ VT ബൽറാം നെഞ്ചിൽ കൈവച്ച് സഗൗരവവും സത്യപ്രതിജ്ഞ ചെയ്തതും കൗതുകമായി. മറ്റുള്ളവരെല്ലാവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സന്ദീപ് വാര്യർ ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഭാഷകളിലെ വൈവിധ്യവും ഇത്തവണ സത്യപ്രതിജ്ഞാ ചടങ്ങിലുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല, K മുരളീധരൻ, മാത്യു കുഴൽനാടൻ, രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. മഞ്ചേശ്വരം MLA AK മഷ്റഫ് കന്നഡയിലും ಕಾನೂನಿನ ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ദേവികുളം MLA A രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഉണ്മയാവും നേർമയാവും നിറവേറ്റുമെന്ന് എന്ന് കടവുളിൻ പേരിൽ ഉറുതി അളിக்கிறேன். രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, BB ഗോപകുമാർ എന്നീ 3 BJP അംഗങ്ങൾ കേരള നിയമസഭയിലെ മറ്റൊരു ചരിത്രമാണ്. BJP നേതാക്കൾ പ്രതിപക്ഷ നിരയിലിരിക്കുമ്പോൾ 1 വർഷം മുമ്പ് പഴയ തട്ടകം വിട്ട് സന്ദീപ് വാര്യർ ഭരണപക്ഷ നിരയിലിരിക്കുന്നു എന്നതും മറ്റൊരു രാഷ്ട്രീയ കൗതുകം. ഇത്തവണ സഭയിലെ 1-ാം നമ്പർ സെലിബ്രിറ്റി പാലക്കാട് MLA രമേശ് പിഷാരടിയാണ്. കേരള നിയമസഭയിൽ ആദ്യമായി മുസ്ലിം ലീഗിന്റെ ഒരു വനിതാ മുഖം വരുമ്പോൾ ഫാത്തിമ തെഹ്ലിയിലൂടെ അത് മാറ്റത്തിന്റെ ശബ്ദം കൂടിയായി മാറുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ BJPക്ക് സ്പീക്കർ സ്ഥാനാർത്ഥി. ചാത്തന്നൂർ MLA BB ഗോപകുമാർ BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയാകും. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രവർത്തകരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് 3 BJP MLA-മാരും നിയമസഭയിലേക്ക് എത്തിയത്. രാവിലെ BJP ആസ്ഥാനത്ത് പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് MLA-മാരായ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BB ഗോപകുമാർ എന്നിവർ പാളയത്തേക്ക് എത്തിയത്. നാടിന്റെ വികസനവും അഴിമതിരഹിത ഭരണവുമാണ് BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിയമസഭയിൽ ഇത്തവണ BJP പുതിയ ചരിത്രവും എഴുതും. ഇന്നു മുതൽ അസംബ്ലിയുടെ ഉള്ളിലും പുറത്തും ഒരു പുതിയ രാഷ്ട്രീയം സൃഷ്ടിക്കാനും ഒരു വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കാനാണ് ഈ 3 MLA-മാർ ഇനി മുതൽ പ്രവർത്തിക്കാൻ പോകുന്നത്. തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, BB ഗോപകുമാർ എന്നീ 3 MLA-മാരും ഘോഷയാത്രയായി നിയമസഭയിലേക്ക്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിഷയം അടിയന്തരമായി പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. LDF സർക്കാരിന് അധികാരം ഒഴിയുന്നതിന് തൊട്ടു മുമ്പാണ് ജയിൽ വകുപ്പ് പരോൾ നടപടികൾക്ക് അനുമതി നൽകിയത്. കേസിലെ 1-ാം പ്രതി ഉൾപ്പെടെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചത്. വി ഡി സതീശൻ സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിച്ചതിൽ ആഹ്ലാദം പങ്കുവച്ച ആശാപ്രവർത്തകർ. സെക്രട്ടറിയേറ്റിന് മുമ്പിൽ ഒത്തുകൂടിയ ആശാപ്രവർത്തകർ പായസ വിതരണവും നടത്തി. മുമ്പുണ്ടായിരുന്ന സർക്കാർ ഒലിച്ചുപോയത് ആശമാരുടെ കണ്ണീർ പുഴയിലാണെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞു. CPM കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ ഡൽഹിയിൽ ആരംഭിക്കും. കേരളത്തിലെ പരാജയം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കുവാനുള്ള തീരുമാനത്തിൽ PB-യിലുണ്ടായ എതിർപ്പ് കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ചയ്ക്ക് വരും. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിലെ വിവാദം മാധ്യമ സൃഷ്ടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള CPM-ന്റെ ആദ്യ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് നാളെ ഡൽഹിയിൽ തുടക്കമാകും. കേരളത്തിലെ കനത്ത പരാജയം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിലയിരുത്തുകയാണ് പ്രധാന അജണ്ട. കേരളത്തിൽ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളുണ്ടായെന്ന് കഴിഞ്ഞയാഴ്ച ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തിയിരുന്നു.
പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനത്തിൽ PBയിലുണ്ടായ എതിർപ്പ് കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ചയ്ക്ക് വരും. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിലെ വിവാദം മാധ്യമ സൃഷ്ടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പിണറായിയെ തെരഞ്ഞെടുത്തത് ഐക്യകണ്ഠേനയാണെന്നും തീരുമാനം പുനഃപരിശോധിക്കാൻ ആരും പറഞ്ഞിട്ടില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഞങ്ങളതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. PBയുടെ അംഗീകാരത്തോടുകൂടി ഞങ്ങൾ ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. വിമർശനങ്ങൾ സ്വീകരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. കേരളത്തിലെ പരാജയം സംബന്ധിച്ച് വിശദമായ വിലയിരുത്തൽ നടത്താൻ നേരത്തെ PB സംസ്ഥാന ഘടകത്തോട് നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും തയ്യാറാക്കിയ പ്രാഥമിക വിലയിരുത്തൽ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ഒരാൾ മാത്രം ഏറ്റെടുക്കേണ്ടതില്ല എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകേണ്ട എന്ന് PB പറഞ്ഞിട്ടില്ല. പിണറായി മാറണമെന്ന് പറഞ്ഞത് മാധ്യമങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു മുന്നണി നടത്തുകയാണ്. അതിൽ നേതാക്കൾക്കെല്ലാം അതിൽ സജീവ സാന്നിധ്യവും പങ്കാളിത്തവുമുണ്ട്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതെല്ലാം ഒരാളുടെ കുറ്റമാണ്. ഇത് തെറ്റായൊരു പ്രവണതയും ചിന്തയുമാണ്. രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് രാജ്യത്തെ ആരോഗ്യ സുരക്ഷാ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം വിലയിരുത്തുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി അഹമ്മദ് അലി അൽ സായിഖ് പറഞ്ഞു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യ മന്ത്രാലയവും സംയുക്തമായി സംഘടിപ്പിച്ച ഉന്നതതല യോഗത്തിലാണ് മുൻകരുതലുകൾ അവലോകനം ചെയ്തത്. വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ പ്രവേശന കവാടങ്ങളിൽ ആരോഗ്യ പരിശോധനകളും നിരീക്ഷണ സംവിധാനങ്ങളും ഇതിനകം ശക്തമാക്കിയിട്ടുണ്ട്. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ എല്ലാ ആശുപത്രികളും മെഡിക്കൽ സംഘങ്ങളും സജ്ജമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇത്തരം കാര്യങ്ങളിൽ ഔദ്യോഗിക വാർത്തകൾ മാത്രം വിശ്വസിക്കണമെന്നും വ്യാജ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം പൊതുജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകി. ദുബൈയിൽ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ്റെ അവകാശ സംരക്ഷണത്തിന് പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ദുബായ് സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അധ്യക്ഷനായ യോഗത്തിൽ ബദിരരും കേൾവിക്കുറവുമുള്ളവരുമായ സമൂഹത്തിനായി ദുബായ് കമ്മ്യൂണിക്കേറ്റ് ഇൻ സൈൻ ലാംഗ്വേജ് പ്ലജ് എന്ന പ്രതിജ്ഞയും ഒപ്പുവച്ചു. പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷനും അവരുടെ കുടുംബാംഗങ്ങൾക്ക് മികച്ച ജീവിത നിലവാരം ഉറപ്പാക്കുന്ന പദ്ധതികൾക്ക് യോഗത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകി. സേവന ലഭ്യത, ആശയവിനിമയം, സാമൂഹിക പങ്കാളിത്തം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപിത സഹകരണം തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ കഴിഞ്ഞ ആഴ്ച പിടിയിലായ ഇറാൻ റവല്യൂഷണറി ഗാർഡുമായി ബന്ധമുള്ള പ്രതികളെ വിചാരണയ്ക്കായി കോടതിയിലേക്ക് കൈമാറാൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു. പ്രതികൾക്കെതിരെ വധശ്രമം, അതിർത്തി ലംഘനം, അനധികൃത ആയുധം കൈവശം വയ്ക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കവെയാണ് 6 അംഗ സംഘത്തിലെ 4 പേർ കുവൈറ്റ് സുരക്ഷാ സേനയുടെ പിടിയിലായത്. തടയാൻ ശ്രമിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്ത സംഘത്തിലെ 2 പേർ കടന്നുകളയുകയും ചെയ്തിരുന്നു. രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും ദേശീയ സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തുന്ന രീതിയിൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് സംഘം പ്രവർത്തിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. പ്രതികളിൽ നിന്നും ആയുധങ്ങളും വെടിക്കോപ്പുകളും നിരീക്ഷണ ഉപകരണങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തു. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിൻ്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി അറിയിച്ചു. 20 വർഷത്തെ ശിക്ഷാ കാലാവധി ഇന്നലെയാണ് പൂർത്തിയായത്. സൗദിയിലെ സർക്കാർ മേഖല പെരുന്നാൾ അവധിയിലേക്ക് പ്രവേശിച്ചെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകൾ പ്രവർത്തിക്കുമെന്നാണ് ഔദ്യോഗികമായി ലഭിച്ച വിവരം. മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏറെക്കുറെ മുന്നോട്ട് പോയിട്ടുണ്ടെന്നും പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂർ പറഞ്ഞു. പെരുന്നാൾ അവധി, എക്സിറ്റ് വിസ ഉൾപ്പെടെയുള്ള നടപടിക്രമത്തെ ബാധിക്കുമോ, അതുമൂലം മോചനം ജൂൺ മാസത്തേക്ക് മാറുമോ എന്ന ആശങ്കയും ഉണ്ടെന്നും നിയമസഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു. കുവൈറ്റിൽ ഇത്തവണത്തെ ബലിപ്പെരുന്നാൾ നമസ്കാരം രാവിലെ 5:05 നടക്കുമെന്ന് ഇസ്ലാമിക കാര്യ മന്ത്രാലയം. വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കുന്ന പള്ളികളിൽ മാത്രമായിരിക്കും ഈദ് നമസ്കാരം നടക്കുക. ഈദ്ഗാഹുകൾക്ക് അനുമതി നൽകിയിട്ടില്ല എന്നും ഇത് സംബന്ധിച്ച് മതകാര്യ മന്ത്രാലയം ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ സുലൈമാൻ അൽ സുവൈലം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി. കേരളത്തിലെ പ്രവാസി സമൂഹത്തിൻ്റെ ദീർഘകാല ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കൂടുതൽ ഗൗരവകരമായ പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ മുഖ്യമന്ത്രി VD സതീശൻ പ്രവാസി വകുപ്പ് നേരിട്ട് ഏറ്റെടുത്ത തീരുമാനത്തെ റിയാദ് OICC സെൻട്രൽ കമ്മിറ്റി സ്വാഗതം ചെയ്തു. പ്രവാസികളുടെ ക്ഷേമം, സുരക്ഷ, പുനരധിവാസം, നാട്ടിലേക്കുള്ള മടക്കം, തൊഴിൽ നഷ്ടം മൂലമുള്ള പ്രതിസന്ധികൾ തുടങ്ങിയ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൂടുതൽ ശക്തമാക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇത്തരമൊരു ഘട്ടത്തിൽ പ്രവാസി വകുപ്പ് നേരിട്ട് കൈകാര്യം ചെയ്യുവാനുള്ള തീരുമാനം ഏറെ പ്രസക്തമാണെന്നും OICC വ്യക്തമാക്കി. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് 3 ദിവസം ഷാർജയിൽ സൗജന്യ പൊതു പാർക്കിംഗ് പ്രഖ്യാപിച്ചു. ഷാർജ സിറ്റി മുനിസിപ്പാലിറ്റിയുടേതാണ് തീരുമാനം. എമിറേറ്റിലെ സ്റ്റാൻഡേർഡ് പെയ്ഡ് പാർക്കിംഗ് ശനിയാഴ്ച മുതൽ വ്യാഴം വരെ
രാവിലെ വരെ 8 മുതൽ രാത്രി 10 വരെ പ്രവർത്തിക്കും. ഔദ്യോഗിക അവധി ദിവസങ്ങളിലും ഫീസ് ഈടാക്കുന്ന പാർക്കിംഗ് സോണുകൾക്ക് ഈ ഇളവ് ബാധകമല്ല. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് UAE-യിലെ വിപണികൾ സജീവമായി. ഷാർജ എക്സ്പോ സെൻറ്റർ ഈദൽ അദ്ഹ എന്ന പേരിൽ വിപണന മേള ആരംഭിച്ചു. ലോകോത്തര ബ്രാൻഡുകളുടെ തുണിത്തരങ്ങൾ, പാദരക്ഷകൾ, സുഗന്ധദ്രവ്യങ്ങൾ, ബാഗുകൾ തുടങ്ങിയ വിപുലമായ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നതാണ് പ്രദർശനം. ഈ മാസം 20 മുതൽ 31 വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ കുട്ടികൾക്കായി വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് 3 മുതൽ രാത്രി 12 വരെയും മറ്റ് ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ രാത്രി 12 വരെയുമാണ് മേള. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ആകർഷിക്കുന്ന മേള കുടുംബസമേതം സമയം ചെലവിടാനും മികച്ച അവസരമാണ് ഒരുക്കുന്നതെന്ന് എക്സ്പോ സെൻറ്റർ അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ ഹസാവിയിലുണ്ടായ തീപിടുത്തത്തിൽ 3 സ്ത്രീകളും 2 പുരുഷന്മാരും ഉൾപ്പെടെ 5 പേർ മരിച്ചു. മരിച്ചവരിൽ ഇന്ത്യക്കാർ ആരും ഉൾപ്പെട്ടിട്ടില്ല. മരിച്ചവർ ആഫ്രിക്കൻ വംശജരാണെന്ന് അറിയുന്നു. വേനൽക്കാലം ആരംഭിച്ചതോടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും തീപിടുത്ത അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ലൈറ്ററുകൾ, തീപ്പെട്ടികൾ മുതലായ തീപിടുത്ത സാധ്യതയുള്ള വസ്തുക്കൾ കുട്ടികളുടെ കൈവശം എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കുവൈറ്റ് അഗ്നിശമന പൊതു സമ്പർക്ക വിഭാഗം മേധാവി മുഹമ്മദ് അൽ ഗരീബ് മുന്നറിയിപ്പ് നൽകി. ഷാർജ മുവേലയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ഷിഫ മുവേല മെഡിക്കൽ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ മാസം 31 വരെ എല്ലാ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെയും OP കൺസൾട്ടേഷൻ പൂർണ്ണമായും സൗജന്യമാക്കിയതായി മാനേജ്മെൻറ്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെഡിക്കൽ സെൻറ്ററിൽ 22 വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. ഷാർജ, അജ്മാൻ, റസൽ ഖൈമ എന്നിവിടങ്ങളിൽ 12 വർഷമായി ആരോഗ്യരംഗത്ത് സേവനം നടത്തുന്ന ഷിഫ ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭമാണ് ഷിഫ മുവേല മെഡിക്കൽ സെൻറ്റർ. എല്ലാ വിഭാഗം ആളുകൾക്കും താങ്ങാനാവുന്ന നിരക്കിൽ മികച്ച ചികിത്സാ സേവനങ്ങൾ വേഗത്തിലും കൃത്യതയോടെയും ലഭ്യമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഹനീഫ് പുള, ബ്രാഞ്ച് മാനേജർ CA ഹാരിഷ് ബാബു, ഏരിയ മാനേജർ മുഹമ്മദ് അഫ്സൽ എന്നിവർ സംസാരിച്ചു. അബുദാബി അറ്റ്നെക് സെൻറ്ററിൽ സമാപിച്ച എമിറേറ്റ്സ് സ്കിൽസ് നാഷണൽ കോമ്പറ്റീഷൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. അബുദാബി കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിലുമായ ചെയർമാനുമായ ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ മേള സന്ദർശിച്ചിരുന്നു. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സാങ്കേതിക തൊഴിൽപരമായ കഴിവുകൾ അദ്ദേഹം വിലയിരുത്തി. യുവജനങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഇത്തരം മേളകൾ രാജ്യത്തിൻ്റെ ഭാവി സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിന് നിർണായകരമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യുവ എമിറാത്തി തലമുറയെ സജ്ജമാക്കാൻ ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾ മേളയിൽ ചർച്ച ചെയ്തു. അബുദാബി സെൻറ്റർ ഫോർ ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആയിരുന്നു മേളയുടെ സംഘാടകർ. ദുബായിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മിറക്കിൾ ഗാർഡൻ്റെ 14ാം പതിപ്പ് ഈ മാസം 31-ന് സമാപിക്കും. ബലിപ്പെരുന്നാൾ അവധി പ്രമാണിച്ച് UAE സ്വദേശികൾക്കും താമസക്കാർക്കുമായി പ്രത്യേക ഇളവുകൾ അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എമിറേറ്റ്സ് ID ഹാജരാക്കുന്നവർക്ക് 30 ദിർഹം നിരക്കിൽ പാർക്കിൽ പ്രവേശിക്കാം. രാവിലെ 9 മണി മുതൽ രാത്രി 9 വരെയാണ് പ്രവേശന സമയം. 12 വയസ്സും അതിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ ഉത്സവകാലത്ത് പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കും. പുതിയ എക്സ് അക്കൗണ്ടുമായി സോഷ്യൽ മീഡിയയിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടി പഴയ അക്കൗണ്ട്സ് മരവിപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ അക്കൗണ്ടുമായി രംഗത്ത് വരുന്നു. തങ്ങളെ ഒഴിവാക്കാൻ പറ്റുമെന്ന് കരുതിയോ എന്ന പോസ്റ്റോടുകൂടിയാണ് പുതിയ അക്കൗണ്ട്. പ്രതീക്ഷിച്ചത് സംഭവിച്ചെന്നാണ് സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയുടെ പ്രതികരണം. തൊഴിലില്ലായ്മയ്ക്കും നീതിപീഠത്തിൻ്റെ വിവാദ പരാമർശങ്ങൾക്കുമെതിരെ യുവാക്കളുടെ പ്രതിഷേധമായി രൂപം കൊണ്ട ഈ മൂവ്മെൻറ്റ് ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ തരംഗമാണ് ഉണ്ടാക്കിയത്. തൊഴിലില്ലാത്ത യുവാക്കളെ ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റകളോട് ഉപമിച്ചതിന് എതിരെയാണ് കൂട്ടായ്മ തുടങ്ങിയത്. ഇൻസ്റ്റഗ്രാമിൽ 1 കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ള BJPയുടെ ഔദ്യോഗിക അക്കൗണ്ടിനെ CJP പിന്നിലാക്കിയിരുന്നു. മോഡലിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ മുഖ്യപ്രതി സ്റ്റോയ്സി എന്ന സിന്ധുവിന് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമെന്ന് പോലീസ്. പരാതിക്കാരിയെ മയക്കുമരുന്ന് നൽകി കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയത് സിന്ധുവാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. റിമാൻഡ് റിപ്പോർട്ടിലാണ് സിന്ധുവിനെതിരെ പോലീസിൻ്റെ പരാമർശം. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി ജോലി വാഗ്ദാനം ചെയ്ത് പരാതിക്കാരിയെ ദുബായിലെത്തിച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ദുബായിൽ വെച്ച് പരാതിക്കാരിയെ കോളയിൽ വെളുത്ത പൊടി കലർത്തി കുടിപ്പിച്ചു. അബോധാവസ്ഥയിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും പിന്നീട് ഇതിന്റെ ദൃശ്യങ്ങൾ സിന്ധു പകർത്തുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ പരാതിക്കാരിയുടെ ഭർത്താവിന്റെ ഫോണിലേക്ക് സിന്ധു അയച്ചു നൽകിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പരാതിക്കാരിയെ കേസിലെ 2ാം പ്രതി ചൂരലുപയോഗിച്ച് മർദ്ദിച്ചു. 1ാം പ്രതി സിന്ധു കേസിലെ മറ്റു പ്രതികൾക്ക് പണം നൽകിയതിന് തെളിവുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. സിന്ധുവിന് ഗുണ്ടാസംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും പോലീസ് പറയുന്നു. മനുഷ്യക്കടത്ത് കേസിൽ കൂടുതൽ പരാതിക്കാർ ഉണ്ടാകാമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ സിന്ധുവിനെ ജൂൺ 4 വരെ റിമാൻഡ് ചെയ്തു.
എറണാകുളം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. ഇവരെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റി. അതേസമയം നാളെ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അറിയിച്ചു. തിങ്കളാഴ്ച മുംബൈ വിമാനത്താവളത്തിൽ നിന്നുമാണ് സിന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മുംബൈയിൽ നിന്നും ഇന്നലെ വൈകിട്ടാണ് ഇവരെ കൊച്ചിയിലെത്തിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. ബംഗളൂരു വിമാനത്താവളത്തിൽ വൻ ദുരന്തം ഒഴിവായി. ലാൻഡിങ്ങിനിടയിൽ എയർ ഇന്ത്യ വിമാനത്തിൻ്റെ പിൻഭാഗം റൺവേയിൽ ഇടിക്കുകയായിരുന്നു. ഡൽഹിയിൽ നിന്നെത്തിയ വിമാനത്തിൻ്റെ പിൻഭാഗമാണ് റൺവേയിൽ ഇടിച്ചത്. പൈലറ്റിൻ്റെ സംയോജിതമായ ഇടപെടൽ കാരണം വലിയൊരു അപകടം ഒഴിവായി. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ്. വിമാനം വിശദമായ പരിശോധനകൾക്കായി ബംഗളൂരു വിമാനത്താവളത്തിൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. സംഭവത്തെക്കുറിച്ച് വ്യോമയാന മന്ത്രാലയത്തിൻ്റെ അന്വേഷണം ആരംഭിച്ചു. ആഫ്രിക്കയിലെ എബോള വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ന്യൂഡൽഹിയിൽ നടത്താനിരുന്ന 4ാമത് ഇന്ത്യ ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടി മാറ്റിവെച്ചു. ഈ മാസം 28 മുതലാണ് ഉച്ചകോടി നിശ്ചയിച്ചിരുന്നത്. കോങ്കോയിലെ സൗത്ത് കിവു പ്രവിശ്യയിൽ ഉൾപ്പെടെ രോഗം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് തീരുമാനം. ആഫ്രിക്കൻ യൂണിയനുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഉച്ചകോടി നീട്ടിവെക്കാൻ തീരുമാനിച്ചതെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു. ഉച്ചകോടിയുടെ പുതുക്കിയ തീയതികൾ ചർച്ചകളിലൂടെ പിന്നീട് തീരുമാനിക്കും. ഇന്ത്യയിൽ ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പുണ്ട്. വിമാനത്താവളങ്ങളിലെ പരിശോധന, ക്വാറന്റൈൻ സംവിധാനങ്ങൾ, ലാബ് പരിശോധനകൾ എന്നിവ സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.